നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ ഉൽപ്പാദനത്തിൽ കുതിപ്പ്, വിലയിലും റെക്കോർഡ് വർധനവ്, കർഷകർക്ക് നേട്ടം. ഇന്ത്യയിലെ റബ്ബർ മേഖലയ്ക്ക് മികച്ച മുന്നേറ്റം. 2025-26 ഉൽപ്പാദനം 9 ലക്ഷം ടണ്ണിലെത്തി. വിലയിലും റെക്കോർഡ് വർധനവാണ് ഉണ്ടായതെന്ന് റബ്ബർ ബോർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കൺസൾട്ടീവ് പാനൽ അറിയിച്ചു. മുൻ വർഷത്തെ ഉൽപ്പാദനം 8.25 ലക്ഷം ആയിരുന്നു. പ്രകൃതിദത്ത റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങളിൽ ഇന്ത്യ നിലവിൽ 6ാം സ്ഥാനത്താണ്. 3.4% വളർച്ച ഉൽപ്പാദനത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ 1.2% വളർച്ച ഉപയോഗത്തിലുണ്ടായി. 2024-25 14.10 ലക്ഷം ടണ്ണിൽ നിന്നും 14.27 ലക്ഷം ടണ്ണായി ഉപയോഗം ഉയർന്നു. അനുകൂലമായ കാലാവസ്ഥയും ടാപ്പിംഗ് ദിവസങ്ങൾ കൂട്ടിയതും ഉൽപ്പാദനക്ഷമത കൂടിയതുമാണ് ഉൽപ്പാദനത്തിൽ വർധനയുണ്ടാകാൻ കാരണം. മഴമറ ഇടൽ, മരുന്ന് തളി എന്നിവയ്ക്കുള്ള റബ്ബർ ബോർഡ് ധനസഹായം, സ്വയം ടാപ്പിംഗ് പ്രോത്സാഹനം, RPIS പ്രകാരമുള്ള വില ഉറപ്പാക്കൽ എന്നിവയും ഉൽപ്പാദനത്തിന് ഗുണം ചെയ്തതായാണ് വിലയിരുത്തൽ. ഈ മാസം 14-ന് RSS 4 കിലോഗ്രാമിന് 262 രൂപ എന്ന റെക്കോർഡ് വിലയും രേഖപ്പെടുത്തി. ചെറുകിട വൻകിട കർഷകർ, റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ, ഡീലർമാർ, പ്രോസസ്സേഴ്സ്, വ്യവസായികൾ എന്നിവരുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കൺസൾട്ടേറ്റീവ് പാനൽ. ഇപ്പോൾ റബ്ബറിന് ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വില കൂടുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ റെയിൻ ഗാർഡ് ഇടുന്ന തിരക്കിലാണ്. മഴയാണെങ്കിൽ പോലും ഇടയ്ക്ക് തെളിച്ചമുള്ള സമയം നോക്കി റെയിൻ ഗാർഡിങ് എല്ലായിടത്തും ഊർജിതമായി നടക്കുന്നുണ്ട്. അപ്പോൾ റെയിൻ ഗാർഡിങ് ഇട്ട് വരുമ്പോഴത്തേക്ക് റബ്ബർ വില ഇതേപോലെ നിന്നാൽ മതിയായിരുന്നു. അതാണ് കർഷകർ പറയുന്നത്. വില കുറയുമോ, ഇനി വില കുറയുമോ എന്നാണ് പലരും നമ്മളോട് ചോദിക്കുന്നത്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടൻ.